ഹായ്, ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അത് ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ട്രോഫി ഉണ്ടോ? അത് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലൂടെ നേടിയ ട്രോഫിയാണ്. ഇത് ഞാൻ ട്യൂഷൻ എടുത്തപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടിയൊരു ട്രോഫിയാണ്. ഇത് രാഷ്ട്രീയമാണ്, ഇത് രാഷ്ട്രീയമാണ്. ഇത് നമ്മുടെ ഫുട്ബോൾ കളിച്ച് നേടിയതാണ്. ഇത് രണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ച് നേടിയതാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സൈലത്തിൽ നിന്ന് കിട്ടിയതാണ്. ക്രിക്കറ്റാണ്, സൈലമാണ്. ഇത് ഫുട്ബോൾ, ക്രിക്കറ്റ്. ഇത് ഫുട്ബോളാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് തന്ന ഗിഫ്റ്റാണ്. ഇത് ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ച സമയത്ത് അവിടുന്ന് മക്കൾ തന്നതാണ്. ഇത് ക്രിക്കറ്റാണ്, ക്രിക്കറ്റാണ്. ഈ വലിയ ട്രോഫിയും ക്രിക്കറ്റാണ്, ഫുട്ബോളാണ്. ഇവിടെയൊക്കെ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. ഇതിൽ ഒരെണ്ണം പോലും ഞാൻ പഠിച്ച് നേടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ മാർക്കൊന്നും അല്ലടാ വലിയ പ്രധാനം. നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കാണ്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിപ്പിച്ചിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കളിച്ചിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, മാർക്കൊക്കെ കുറഞ്ഞു പോയി എന്ന് പേടിക്കുന്ന കുട്ടിയോട് ഒരു പേടിയും വേണ്ട. നമ്മൾ ആ യാത്രയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ അതിൻ്റെ റിസൾട്ട് നമ്മളെ തേടി വരും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്.